Hey guys, welcome to GJ Verse. This is me GJ. ബബബ. ആ ബബബയല്ല, ഇത് ഫ. അതാണ് ഞാൻ ഇന്ന് കണ്ട സിനിമ. ദിലീപ് നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ്. ധനഞ്ജയ് ശങ്കറിന്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള, അദ്ദേഹം ഡെബ്യൂ ഡയറക്ടറാണ്, അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള നൂറിൻ ഷെരീഫും ഫാഹിം ഷാഹിറും ചേർന്ന് എഴുതിയിട്ടുള്ള സിനിമയാണ് ഫ. ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമയിൽ അവർ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ്. അതായത് ഒരു ഭ്രാന്തന്റെ സ്വപ്നമാണ് ഈ സിനിമ. അതായത് ടോട്ടലി ഒരിക്കലും നടക്കില്ല ഇങ്ങനെ ഒരു കഥ, ഒരിക്കലും നടക്കില്ല ഇതിലെ കഥാസന്ദർഭങ്ങൾ. ലോകത്ത് ഒരിടത്തും ഇതുപോലത്തുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല. മേ ബി ചില ഭ്രാന്താശുപത്രികളൊക്കെ ഉണ്ടാവാം, പക്ഷെ അല്ലാതെ ഇത്തരത്തിലുള്ളൊരു കഥാപാത്രമോ കഥാസൃഷ്ടിയോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇതിന് ശേഷം ഉണ്ടാവുമെന്ന് അറിയത്തുമില്ല. അപ്പോൾ അത്തരത്തിലൊരു സൃഷ്ടിയാണ് ഈ സിനിമ. ആദ്യമേ നമ്മൾ അത് മൈൻഡിൽ വെച്ചുകൊണ്ട് മാത്രം ഈ സിനിമ കാണുക, ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ദിലീപിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്കെച്ച്, അതായത് ക്യാരക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാനറിസംസ്, പരിപാടികൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുന്നിലോട്ട് കാണിച്ചു തരും. പിന്നീട് അങ്ങോട്ട് സിനിമയിലേക്ക് കയറി പോകുന്തോറും ഇതിനകത്ത് ബൈജുവിൻ്റെ ക്യാരക്ടർ വരുന്നു. ബൈജുവിന് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആദ്യം തുടക്കത്തിലൊക്കെ വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള മാനറിസവും പെരുമാറ്റ രീതി, സംസാര ശൈലിയൊക്കെ പിടിച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തു പോയിട്ടുള്ളത്. പിന്നീട് ആ ക്യാരക്ടറിന് ആർക്ക് വരുമ്പോഴത്തേക്ക് പിന്നീട് മാറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബൈജുവിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, പിന്നീട് ഇവരുടെ കോമ്പിനേഷൻസ്, നോബിയുടെ ക്യാരക്ടർ, അങ്ങനെ തുടങ്ങി അങ്ങനെ വരെയാണ്. അപ്പോൾ ഈ സിനിമയുടെ റൈറ്റേഴ്സ് നൂറിന് ഒക്കെ എടുത്തിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കില്ലേ, അപ്പോൾ എത്ര നേരം റീൽസ് നോക്കിയാലും മടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന കോണ്ടന്റ്സിൽ പല വെറൈറ്റീസ് കാണും. നമ്മുടെ ഇഷ്ടപ്പെട്ട വെറൈറ്റി അല്ലാതെ മേ ബി കണ്ട് ശീലമില്ലാത്ത കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റീൽസ്, പിന്നീട് കുറച്ച് സന്തോഷിപ്പിക്കാനുള്ള റീൽസ്, മോട്ടിവേറ്റിംഗ് റീൽസ്. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് മടുപ്പിക്കാതെ ഒരു സാധനം തന്നെ കാണിച്ചുകൊണ്ടിരിക്കാതെ ഉള്ള ഒരു അപ്രോച്ചാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇവൻറ്റ്സ് ഇങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോരോ പുതിയ ആക്ടേഴ്സ് വരുന്നു, ക്യാരക്ടേഴ്സ് വരുന്നു, ഓരോ ഇവൻറ്റ്സ് സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും മടുക്കില്ല, കാരണം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരില്ലേ. അപ്പോൾ അത്തരത്തിലൊരു അപ്രോച്ചിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് അതുകൊണ്ട് തന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഈ ഒരു പുതിയ തലമുറ, അതായത് നമ്മുടെയൊക്കെ നമ്മുടെ തലമുറ, അതിനുശേഷം വന്ന തലമുറയും ഇൻസ്റ്റാഗ്രാമും മറ്റുമൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഒക്കെ, അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ജോക്സ് ഒരുപാടുണ്ട്. അതെല്ലാം നമുക്ക് ചിരി വരികയും ചെയ്യും. എസ്പെഷ്യലി നോബിയുടെ ക്യാരക്ടർ, അതാണ് ഞാൻ പറഞ്ഞത്. നോബിയുടെ ക്യാരക്ടറിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഭീമന്റെ മറ്റേ മന്ത്രി സംസാരിച്ചപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന സാധനം, അങ്ങനെ മുതൽ തുടങ്ങി ഒരുപാട് റെഫറൻസസ്, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള, ഇപ്പൊ ദേവൻ എന്ന് പറഞ്ഞ പഴയ ആക്ടർ ഉണ്ടല്ലോ, ഇപ്പോഴും അദ്ദേഹം സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ ദേവനെ ദേവ്ജി ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച്, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനെയും എല്ലാ ആക്ടേഴ്സിനെയും ഈ ട്രോൾസിലും മറ്റുമുള്ള സാധനങ്ങളെ കൊണ്ടുവന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു പുനഃസൃഷ്ടി കാരണം നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നും. സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകുന്ന ഒരു സിനിമ ഇൻ്റർവെല്ലിൽ എത്തുമ്പോഴത്തേക്കും വേറെ ലെവൽ ഒരു ഫൈറ്റും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവെല്ല് തീരുന്നത്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സിനിമയിൽ പ്രധാന ക്യാമിയോ ആയിട്ടുള്ള ലാലേട്ടൻ്റെ വരവാണ്. അപ്പോൾ ലാലേട്ടൻ വരുന്നതോടുകൂടി സിനിമ അങ്ങോട്ട് ഭയങ്കരമായിട്ടൊന്ന് ഹൈ ആവും. കയ്യടി തിയേറ്ററിൽ ലിറ്ററൽ പൂരപ്പറമ്പ്. മോഹൻലാലിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിനെ ശരിക്കും ഒരു ഫാൻ ബോയ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു അപ്രോച്ചാണ്. പക്ഷേ ഒരു ഫുൾ സിനിമയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഴിഞ്ഞാടാൻ വിടുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് മോഹൻലാലിന് ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ വരുന്നതോടുകൂടി സിനിമ കുറച്ചുകൂടെ ഒന്ന് സെറ്റായി വരും. പിന്നീട് സിനിമ ഇങ്ങനെ സെറ്റായി വന്ന സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവർ ബഡ്ജറ്റിൽ ഉഴപ്പിയതോ റൈറ്റിങ്ങിൽ ഉഴപ്പിയതോ എന്തൊക്കെയോ കുറേ കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് ഡ്രോപ്പായി. ക്ലൈമാക്സ് എനിക്ക് വലിയൊരു ഹൈ ഒന്നും തരാതെ അങ്ങ് എൻഡ് ചെയ്തു. എന്നിട്ട് ഈ സിനിമ ഇതുകൊണ്ടും തീരുന്നില്ല, ഇനിയൊരു പാർട്ടും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ക്യാമിയോ, അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമയിൽ ഒരുപാട് ക്യാമിയോസ് വരുന്നുണ്ട്. അതിൽ കുറേ ക്യാമിയോസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഹൈ മൊമെന്റ്സ് ആണ്. എസ്പെഷ്യലി മുകുന്ദൻ ഉണ്ണിയുടെ ആ ഒരു അഡ്വക്കേറ്റ് ക്യാരക്ടർ, പിന്നല്ലാതെ ഇതിൻ്റെ അകത്ത് ടോർപീഡോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് ആരെന്ന് ഞാൻ പറയുന്നില്ല, ടോർപീഡോ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അത് ഭയങ്കര ഒരു ഹൈ തരുന്ന മൊമെൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ എൻ്റർടൈനിങ് ആയിട്ട് പോകാനായിട്ട് ഇവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നടക്കില്ല, നമുക്കറിയാം, ലോജിക്ക് ഇല്ലാതെ ചിന്തിക്കണം. ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ ഒരു പ്രതികാരം നടപ്പിലാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന നായകൻ,
അപ്പോൾ അയാളുടെ പേഴ്സണൽ ഒരു റിവെഞ്ചും പിന്നീടല്ല ഒരു നാടിൻ്റെ റിവെഞ്ചും, അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഒരു പർട്ടിക്കുലർ ക്രൈം ചെയ്യുന്നു. അപ്പോൾ ആ ക്രൈം നാടിനെ തന്നെ ബാധിക്കുന്ന രീതിയിലോട്ട് വളർന്ന് അത്തരത്തിലൊരു ഭയങ്കര ലെവലൊരു ക്രൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പക്ഷേ അതിനെ വളരെ ലൈറ്റായിട്ട് വളരെ ഹാസ്യമായിട്ട് കാണിച്ച് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ക്രൈം പിന്നെ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത്, അത് എങ്ങനെ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു, പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു അപ്രോച്ച്. ഇതിൽ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭ്രാന്തനായിട്ടുള്ളൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അതേസമയം തന്നെ കള്ളനെ പിടിക്കാൻ തുടങ്ങുന്ന പോലീസ് ഉണ്ടാവില്ല. അപ്പോൾ ആ പോലീസ് ക്യാരക്ടറായിട്ട് ആരാണ്? നമ്മുടെ വിനീത് ശ്രീനിവാസനാണ് വന്നിരിക്കുന്നത്. പോലീസ് അല്ല, കുറച്ചുകൂടെ വേറൊരു പോസ്റ്റാണ്. അതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളുള്ളൊരു സിനിമയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ കുറച്ച് ഓവറായി പോയില്ലേ എന്ന് തോന്നിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ തീർന്ന, എന്നാൽ തീരാതെ തീർന്ന ഒരു സിനിമയാണ് നമ്മുടെ പപ്പ. സോ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഭയം, ഭക്തി, ബഹുമാനം, ഇതാണ് ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ കിക്ക് എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം. അപ്പോൾ ആ ഒരു ഭയം, ഭക്തി, ബഹുമാനം എന്നുള്ള 3 വികാരങ്ങൾ അവർ ആ സിനിമ പേര് പറഞ്ഞ പോലെ മാഡ്നസ് എല്ലാ സാധനവും ഈ സിനിമയ്ക്കകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതെ പോയത് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ആദ്യം ചെയ്ത പുള്ളീനെ മാറ്റി രണ്ടാമത് ഗോപിസുന്ദറിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത്ര ഇതായിട്ടില്ല. പാട്ടുകൾ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ട് കുഴപ്പമില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇറ്റ് വാസ് ഓക്കെ, ബിക്കോസ് മോഹൻലാലിൻ്റെ ആ ഒരു ചാം എനർജിയൊക്കെ ഉള്ളതുകൊണ്ട് നൈസായിട്ട് പോയി. പിന്നെ ദിലീപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ ഇൻട്രോ മുതൽ ദിലീപ് ആ ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. ത്രൂ ഔട്ട് ദിലീപ് അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ പേഴ്സണൽ വിഷയങ്ങളിൽ പലതും അതിനുള്ള മറുപടി എന്നോണം കുറേ ഡയലോഗ്സും മറ്റും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കറിയില്ല, ദിലീപ് വന്നതിന് ശേഷമായിരിക്കാം സ്ക്രിപ്റ്റിൽ വന്ന മാറ്റങ്ങളൊക്കെ. മൊത്തത്തിൽ ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് പോയ ഒരു ഫുള്ളി ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ സിനിമയാണ്, ഒരു മാഡ്നസ് സിനിമയാണ്. അപ്പോൾ അത് ആ ഒരു മൈൻഡോട് കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് ആസ്വദിക്കാം. മോഹൻലാലിൻ്റെ എൻ്റർടൈനിങ് ഫാക്ടേഴ്സ്, പിന്നെ ദിലീപിൻ്റെ എൻ്റർടൈനിങ് ഫാക്ടേഴ്സ്, പിന്നെ വന്നു പോകുന്ന ക്യാമിയോസ്, ഇപ്പം എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. എടുത്ത് പറയാനായിട്ട് മറ്റേ നമ്മുടെ വെട്ടത്തിൽ തൊഴുന്ന ആളുണ്ടല്ലോ, പുള്ളി വരെ ഇതിനകത്ത് ക്യാമിയോ ആയിട്ട് വന്നു പോകുന്നുണ്ട്. സോ അങ്ങനെ ക്യാമിയോസ് കൊണ്ട് നിറഞ്ഞ, ഒരുപാട് റീൽസിലൊക്കെ വരുന്ന ജോക്സ് കൊണ്ട് നിറഞ്ഞ പാട്ടും ഡാൻസും പിന്നെ ക്ലീഷയും, സിനിമയിൽ സ്ഥിരമായിട്ട് വരുന്ന ക്ലീഷേ ബ്രേക്കിങ്, പിന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഇൻ്റർവ്യൂ സ്കിൽസ്, അപ്പോൾ ഇതെല്ലാം കൂടെ നിറഞ്ഞ ഒരു സിനിമയാണിത്. സോ നിങ്ങൾക്ക് അത്തരം ഒരു സിനിമ തിയേറ്ററിൽ പോയി ആസ്വദിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് കാണുക, ആസ്വദിക്കുക. ദിലീപിൻ്റെ ഒരു നല്ലൊരു കംബാക്ക് തന്നെയാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറാണ് സാധനം. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJverse എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 5/3 ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഗ്രാഫിക്സിൽ, എസ്പെഷ്യലി ക്ലൈമാക്സിനോട്ട് അടുക്കുമ്പോൾ ഉള്ള VFX ഉള്ള പാളിച്ചകൾ, പിന്നെ ഇടയ്ക്ക് വന്ന VFX രംഗങ്ങളിലെല്ലാം വന്ന പാളിച്ചകൾ, പിന്നെ ക്ലൈമാക്സിനോട് അടുത്തപ്പോഴത്തേക്കും, അതായത് ഈ സിനിമ ഇങ്ങനെ റീല് പോലെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എല്ലാം നല്ല സ്മൂത്തായിട്ട് പോയി. പക്ഷേ റീല് അല്ലാതെ മാറിയപ്പോഴത്തേക്കും സിനിമ കയ്യിൽ നിന്ന് പോയി. സോ അത്തരം കാരണങ്ങളും കൊണ്ട് എനിക്ക് ഈ ഒരു സിനിമയ്ക്ക് 3/5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. എന്തായാലും എനിക്ക് സിനിമ ഒരു എൻ്റർടൈനറായിട്ട് തോന്നി. സോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ്. ബൈ.